ഇത് കേരള ജനതയുടെ വിഷയമല്ലല്ലോ. ഇപ്പോൾ കേരള ജനതയുടെ ഇപ്പോൾ നല്ലൊരു പങ്കും വിചാരിക്കുന്നത് ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഇങ്ങനൊരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ കരിവാരി തേക്കുകയോ നിരന്തരം വേട്ടയാടുകയോ ചെയ്യുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ലഭിക്കുന്ന വൻപൻ പിന്തുണ ലക്ഷ്യമാക്കുന്നത്. കാരണം അത് അങ്ങനെയാണ്. രാഹുൽ അത് തന്നെയാണ് ആ ഒരു തൻ്റെ ഫാൻ. എനിക്ക് തോന്നുന്നു ഈ സിംഗിൾ ലാർജസ്റ്റ്, ഇപ്പോൾ ഏത് കോൺഗ്രസ് നേതാവിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സിംഗിൾ ലാർജസ്റ്റ് അറ്റൻഷൻ സംവിധായകരുടെ ഭാഗത്തു നിന്ന്, കേരളത്തിലെ വോട്ടർമാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനതയുടെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നു. അത് സത്യമാണ്. അത് സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നെഞ്ചിൽ കൈവച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ലേ ഈ രാഷ്ട്രീയം അടുത്തറിയുന്ന ഏതാണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ് CPM ഭേദമന്യേ അതിൽ വലിയൊരു നമ്പർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി തെറ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ധാർമ്മികത നിരക്കാത്ത ചെയ്തിരിക്കാം, പക്ഷേ അദ്ദേഹം നിയമത്തിന് നിരക്കാത്തത് ചെയ്തിട്ടില്ല. അവിടെയാണ് ഇനി നിയമം കൂടി വരുന്നു. ഈ ചർച്ചയിൽ, ഈ ഇൻ്റർവ്യൂവിൽ നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ സമർത്ഥമായി ഒഴിഞ്ഞു മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കാണുന്നു. അപ്പം അത് കോടതിയുടെ പരിഗണനയിലല്ലേ? വളരെ മോശമായ സംസാരങ്ങൾ വെളിയിൽ വന്ന ടേപ്പുകളിൽ മോശമായ സംസാരങ്ങൾ വരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി രണ്ടാണ്. ഒന്ന്, നിങ്ങൾ ആ ടേപ്പ് പൂർണ്ണമായി കാണിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ ചാറ്റിൻ്റെ പൂർണ്ണരൂപം പുറത്തു വിടൂ, അപ്പോൾ അത് തെളിവ് വരും. അത് ന്യായമല്ലേ? അറ്റമുറി മാത്രം തങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട്, ചില പരാമർശങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും കുറ്റക്കാരാണെന്ന് തോന്നാം.